ഹായ് മക്കളെ, ബോർഡ് എക്സാമിൽ MCQ എന്ന് പറയുന്നത് കുറെ കുട്ടികൾക്ക് സന്തോഷമാണ്. കാരണം 4 ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് കറക്കി കുത്തിയാൽ മതി എന്നൊക്കെ കരുതും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് നിങ്ങളെ ബിഗ്ഗസ്റ്റ് ട്രാപ്പാണ് കേട്ടോ. കാരണം ഒരു MCQയിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമുക്ക് അത് അറിയില്ല എന്നാണെങ്കിൽ ഒറ്റയടിക്ക് പുഷ്പം പോലെ ഒരു മാർക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തതോ, ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, അല്ലെങ്കിൽ 20 MCQയിൽ 20 നമുക്കറിയാം. പക്ഷെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ 2-3 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് 5 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമാണ് പോകുന്നത്. മിക്കവാറും 3-4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലാസ്റ്റത്തെ ചെയ്യാൻ പറ്റൂല. അതായത് ഓരോ MCQ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റണം. ഒന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ വളരെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80 to 90% അത് ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, പരീക്ഷയ്ക്ക് മിനിമം 5-6 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടങ്ങിയല്ലേ, 5 സയന്റിഫിക് മെത്തേഡ്സ് ടു സോൾവ് MCQ. എടാ, ഒരു MCQയുടെ കേസിൽ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ് ഉണ്ടാവുക. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയാം, അല്ല നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. രണ്ടാമത്തതോ, നിങ്ങൾക്ക് തീരെ അറിയില്ല, ഞങ്ങൾ അത് കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ചിലപ്പോൾ ഒന്നാമത്തെ മൂന്നാമത്തതാണോ അല്ലെങ്കിൽ ബിയും ഡിയും ആണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളതായിരിക്കും. ഈ 3 കേസിലും എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത്. എടാ, ആദ്യത്തെ കേസിലാണ് ഞാൻ പറഞ്ഞ ദ ബിഗ്ഗസ്റ്റ് ട്രാപ്പ്. നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾ 3-4 മിനിറ്റ് അത് എടുക്കാൻ ചെയ്യുകയാണെങ്കിൽ എന്താ വലിയ പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 2020 3 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ whose zeros are reciprocal to the zeros of the polynomial ax² + bx + c. 3 മാർക്കിനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഇനി ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്താണ്, ax² + bx + c പകരം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ഐഡിയലി നിങ്ങൾ ഇത് കുറേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫൈനൽ ഇക്വേഷൻ കിട്ടുക ഇതിന്റെ നേരെ ഉൾട്ടാണ്. സി ഇപ്പുറം വരും, എ എപ്പുറം പോകണം. അതായത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിരിക്കും, cx² + bx + c ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം ഒരു 5 മിനിറ്റെങ്കിലും ഏകദേശം വേണ്ടി വരും കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യേണ്ടി വരും, വേണ്ടി വരും. അവിടെ അതേ മെത്തേഡിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സമയം പോയി. ഒരു 3 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമാണ് മിസ്സായത്. അപ്പം ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത്, പിന്നെ zeros are reciprocal ആണെങ്കിൽ എന്തായിരിക്കും, ഇത് ഉൾട്ടയാവാണ് ചെയ്യുക. അപ്പോൾ 4x² + 10x + 5ന്റെ സീറോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിരിക്കും, 5x² + 10x + 4 എന്ന് വരുന്ന ഓപ്ഷൻ സി ആയിരിക്കണം എന്ന് കത്തണം. ആ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ കഴിഞ്ഞ 3-4 വർഷത്തെ MCQകൾ മുഴുവൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, 1 മിനിറ്റിന്റെ മുകളിൽ എടുക്കേണ്ട ഒരു MCQ അവർ തരുന്നില്ല എന്നുള്ളതാണ്. ആകെ നിങ്ങൾക്ക് ആ ലോജിക്ക് കത്തണം. ഞാൻ 1-2 എക്സാമ്പിൾസും കൂടി കാണിച്ചു തരാം. ഇത് നോക്ക്. ഇഫ് sin θ = 3/4 വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഇക്വേഷൻ എത്രയാണെന്ന ചോദ്യം. ഐഡിയൽ എന്താ ചെയ്യുക, സാധാരണ ഒരു കുട്ടികൾ ചെയ്യുക, sin θ ഉണ്ട്, നമുക്കിവിടെ സീക്കും കോസും കാണേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം cos θ കാണുന്നു, പിന്നെ എന്താണ് സീക്ക് കാണുന്നു, എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. എത്ര സമയം എടുക്കടാ, 2-3 മിനിറ്റ് എടുക്കൂലേ? അതേ സ്ഥാനത്ത് നിങ്ങൾ എന്താണ് sec² θ - 1 എന്ന് പറഞ്ഞാൽ tan² θ ആണ് cos² θ ഡിവൈഡഡ് ബൈ sin θ എന്നല്ലേ വരും. ഇതൊക്കെ മനസ്സിലാട്ടോ ചെയ്യേണ്ടത്. ഈ tan² θ എന്ത് ചെയ്യാൻ പറ്റും, tan² θ sin² θ cos² θ എന്ന് എഴുതാൻ പറ്റും. ഈ cos² θ എന്തായി പോവും, ഇവിടെ കട്ടായി പോവും. ഈ ഡിവൈഡഡ് ബൈ sin θ എന്ത് സംഭവിക്കും, ഇതും കട്ടാവും. sin² θയും sin θയും കേട്ടോ, ആൻസർ എന്താ, sin θ ആണ്. അതായത് 3/4 തന്നെയാണ് ആൻസർ. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 30 സെക്കൻഡ് മതി. അപ്പം എല്ലാ ചോദ്യത്തിലും ഇതിന് ആ സാധനം ഒന്നും കൂടെ കാണിച്ചു തരാണെങ്കിൽ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്, അതായത് 3 - 5 x - 5, ഇത് ഞാൻ മാത്സ് എടുക്കുന്നുണ്ടാട്ടോ, ഞാൻ മാത്സ് പറയുന്നത് എല്ലാത്തിലും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഇതിന്റെ ഡിസ്റ്റൻസ് 15 യൂണിറ്റ്സ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും എന്നാ ചോദ്യം. ഇവിടെ നിങ്ങൾക്കറിയാം എന്ത്, ഈ y കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ദ ഡിസ്റ്റൻസ് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെ ദ മോഡുലസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു. അപ്പൊ എന്താണ്, x - 3 ഷുഡ് ബി എയ്തർ 15 or -15. അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സിന്റെ ഒരു ആൻസർ എന്തായിരിക്കും, 18 ആയിരിക്കും, മറ്റൊരു ആൻസർ -12 ആയിരിക്കും. സോ ഇതായിരിക്കും ബി. അതേ സ്ഥാനത്ത് നിങ്ങൾ എന്താ പറയാ, ഒരു ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഇപ്പോഴത്തെ 15ന്റെ സ്ക്വയർ ഒക്കെ കണ്ട് ചെയ്യുകയാണെങ്കിൽ 2-3 മിനിറ്റ് ആവും. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, പ്രീ മോഡൽ എക്സാംസ് ഉണ്ടാവും, എല്ലാത്തിലുമുള്ള MCQ എന്ത് ചെയ്യണം, ഈ മോഡലിൽ സോൾവ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതായത് ഒന്നും കൂടെ ശ്രദ്ധിച്ചെടുക്കുക, 1 മിനിറ്റിൽ കൂടുതൽ എടുക്കുന്ന ഒരൊറ്റ MCQ പോലും എന്ത് ചെയ്യാറില്ല, പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ, ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഇതെങ്ങനെ sec² θ
+1 എന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഞാൻ നേരത്തെ പറഞ്ഞ 2-3 മിനിറ്റ് എടുത്തേനെ. പക്ഷെ അവരെന്ത് ചെയ്യൂല, +1 തരൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. +1 ആണെങ്കിൽ tan² θ കിട്ടൂലല്ലോ, നമ്മളെല്ലാം കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെച്ച് ഇനി അങ്ങോട്ടുള്ള എല്ലാ MCQകളും ഈ ഒരു മോഡലിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് സമയം കിട്ടിയില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാകും. ഓക്കെ, ഫസ്റ്റ് കേസ് നോന്റെ കേസിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്കുള്ളത് എന്താ, യു ഡോണ്ട് നോ എന്നുള്ളത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും അറിയില്ല, ഏത് പാടത്തുനിന്നാന്ന് പോലും അറിയില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് കാൽക്കുലേറ്റഡ് ഗസ് ആണ്. അവിടെയുള്ള കുറച്ച് സയന്റിഫിക് മെത്തേഡ്സ് പറയാനാണ് ഇനി നെക്സ്റ്റ്. അവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഉത്തരം അറിയില്ല കേട്ടോ. അതായത് ശരിയാവാനുള്ള ചാൻസ് ഇല്ല, ആകെയുള്ള ആ പ്രോബബിലിറ്റി നമ്മൾ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ എപ്പോഴും എടുക്കണം കേട്ടോ. അതായത് എല്ലപ്പോൾ ശരിയാവും സാറേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ശരിയാവില്ല. അപ്പോൾ അത് കുത്തുക, ഭാഗ്യണ്ടേ കിട്ടും എന്നുള്ള മോഡായിരിക്കണം നിങ്ങൾ. അതായത് ഫസ്റ്റ് നിങ്ങളുടെ ഓപ്ഷൻസിൽ കുറേ എലിമിനേഷൻ മെത്തേഡ്, ചില ഓപ്ഷൻസ് ഒക്കെ ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ഓപ്ഷൻസിൽ ഓൾ ഓഫ് ദ എബോവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉത്തരങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് കുത്തിക്കോ. ഞാൻ കണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഓൾ ഓഫ് ദ എബോവ് ഉണ്ടെങ്കിൽ എന്താണ്, അത് ശരിയാവാറുണ്ട്. ഇനി ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്ത് എയോ ബിയോ സി എങ്കിലും കൊടുത്തോ പ്രശ്നമില്ല. പക്ഷെ ഓൾ ഓഫ് ദ എബോവ് ഉണ്ടെങ്കിൽ അത് കൊടുത്തോ, മാർക്ക് കിട്ടും. അതേപോലെ തന്നെ വെരി റെയർലി മാത്രം എന്ത് ചെയ്യാറുള്ളൂ, നൺ ഓഫ് ദ എബോവ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ABCD നൺ ഓഫ് ദ എബോവ് ആണെങ്കിൽ നിങ്ങൾ നൺ ഓഫ് ദ എബോവ് എന്തായാലും കുത്താൻ പാടില്ല. ഈ 3 എണ്ണത്തിലുള്ള ഒന്ന് കുത്തുക. അതിലെന്തുണ്ടാവും, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്താ 1/3 പ്രോബബിലിറ്റിയിൽ നിങ്ങൾക്ക് കയറാം, അല്ലെ 1/4 ആയിരുന്നു. ഇനി ആ 3 എണ്ണത്തിൽ കുത്താൻ തന്നെ വേറെ കുറച്ച് എലിമിനേഷൻ മെത്തേഡുകളും കൂടെ ഉണ്ട്. അതെന്താ, ഒന്ന് സിമിലർ ആൻസർ ട്രിക്ക്. സിമിലർ ആൻസർ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കണേ, ആൻസർ സ്വന്തമായി ചെയ്യാതെ ഇവിടെ മോസ്റ്റ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള 2 ആൻസേഴ്സ് ഏതൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലാവും, 10ഉം -10 ആണ്. ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്നൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ 2 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്നങ്ങോട്ട് ചാമ്പ. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും. x² + 3x + k = 2 ആണെങ്കിൽ 1 of the 0 കെയുടെ വാല്യൂ എന്താണെന്നാണ്. അപ്പോൾ ഇതെന്ത് വരും, 4 + 6 k = -10 ആണ് ആൻസർ. അല്ലേ, കണ്ടില്ല? അതായത് ഒരേപോലെ തന്നെ പ്ലസും മൈനസും ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 3/4ഉം 4/3 ഒക്കെ തരികയാണെങ്കിൽ അതിലൊന്നാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് 2 എണ്ണം അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ്, രണ്ടാമത്തെ ട്രിക്ക്, സിമിലർ ആൻസർ ആകുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രീം വാല്യൂസ് പലപ്പോഴും എന്ത് ചെയ്യാറില്ല. ഇതൊക്കെ എങ്ങനെയാണോ, ഞങ്ങൾ ഇപ്പം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മളിങ്ങനെ MCQs അല്ലേ തരാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ മനസ്സിലൊരു കറക്റ്റ് ആൻസർ ഉണ്ടാവും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിമിലർ ആൻസർ കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു തൊട്ടടുത്തുള്ള നമ്പറും 2 വളരെ എന്താ പറയുക എക്സ്ട്രീം ആയിട്ടുള്ള 2 നമ്പേഴ്സാണ് കൊടുക്കുക. അപ്പം യൂഷ്വലി ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റിലൂടെയാണ് നമ്മളിത് കാണുന്നത്. അപ്പം എന്താ, എക്സ്ട്രീം വാല്യൂസ്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുണ്ട് 0, 7, 9, 15 എന്നുള്ളതാണെങ്കിൽ ഇത് രണ്ടും നിങ്ങൾക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ട് ഇതാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ വീണ്ടും ഞാൻ മനസ്സിലാക്കാം, അതെന്ത് ഇത്ര ഉറപ്പെന്ന് വെച്ചാൽ അത്ര ഉറപ്പൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല, അതിലും നല്ലത് ഈ 2-1 ചാമ്പലാന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. എക്സ്ട്രീം വാല്യൂസ് ഒഴിവാക്കലും എപ്പോഴും നല്ലൊരു കേസാണ്. പിന്നെ അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അസേഷൻ റീസൺ ആ 4 ഓപ്ഷൻസ് ഇല്ലടാ, 4 ഓപ്ഷൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ബോത്ത് A and R are true, അതായത് അസേഷനും റീസണും ട്രൂ ആയിട്ട് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A, അതാണ് ഫസ്റ്റ്. പിന്നെ എന്താണ്, 2ഉം ട്രൂ ആണ്, റീസൺ നോട്ട് കറക്റ്റ് ആണ്. പിന്നെ അസേഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. അതേപോലെ തന്നെ അസേഷൻ ഫോൾസ് ആണ്, റീസൺ ട്രൂ ആണ്. ഇതിന്റെ കേസിൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ശരിക്കുള്ള ക്വസ്റ്റ്യൻ അസേഷൻ ഫോൾസ് ആണെങ്കിൽ ബാക്കി 3 ഓപ്ഷനെ കുറിച്ച്, നമ്മൾ റീസണെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഒരു ചോദ്യം ഇടുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ അസേഷൻ തെറ്റാ, അപ്പൊ പിന്നെ റീസൺ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയണ്ട. കാരണം എന്താ, അസേഷൻ തെറ്റായിട്ടുള്ള ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അസേഷൻ തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല അസേഷൻ ആൻഡ് റീസണിൽ. എപ്പോഴും 3 ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് അസേഷനും റീസണും ഒന്നും ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ഈ 4ാമത്തെ ഓപ്ഷൻ മാർക്ക് ചെയ്ത് 3-1 എന്ത് ചെയ്യുക, കറക്കി കുത്താവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അതായത് ഇനിയിപ്പോൾ എന്താ, അസേഷൻ ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് റീസൺ അറിയാൻ നോക്കുക. റീസണും കൂടെ ശരിയാണെങ്കിൽ എന്താ, നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടെ ഒഴിവാക്കാൻ പറ്റും. ബാക്കി 2 എണ്ണത്തിൽ റീസൺ ട്രൂ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് മനസ്സിലായി, 2 എണ്ണത്തിലൊന്ന് കുത്തിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അതേപോലെ തന്നെ B and C ഓപ്ഷൻ ട്രിക്ക്, ഇതും നിങ്ങൾക്ക് അറിയില്ലെങ്കിലല്ല, ഇത് കൺഫ്യൂഷൻ്റെ കേസിലാട്ടോ. അതായത് ചില കേസിൽ എസ്പെഷ്യലി സോഷ്യലിലൊക്കെ നമുക്ക് മനസ്സിലായത് A അല്ല ബിയും അല്ല. അതായത് നമ്മുടെ മുന്നിൽ രണ്ടോ C ആണോ D ആണോ എന്നുള്ളത് മാത്രമേ ഡൗട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, C കുത്തണം. കാരണം എന്താ വെച്ചാൽ യൂഷ്വലി ഫസ്റ്റും ലാസ്റ്റും ഓപ്ഷൻസ് ആൾക്കാർ ശരിയാക്കാതിരിക്കാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടാവാറുണ്ട്. മനസ്സിലാവും.
നിങ്ങൾക്കിത് ഡൗട്ട് ഉണ്ട്, അപ്പോൾ ഒന്ന് കുത്തണം. അതിൽ നിങ്ങൾ മോസ്റ്റ് പ്രോബബിൾ എന്നുള്ള രീതിയിൽ സി കുത്തുക. ചിലപ്പോൾ ഇപ്പോൾ ആളുകൾ ഡി ആയിരിക്കും, പക്ഷെ എന്നാലും എന്താ ബെറ്റർ, അതായത് സയന്റിഫിക്കലി നമ്മൾ സി കുത്തുക എന്നുള്ളതാണ്. മനസ്സിലായി? അതായത് ഇപ്പം എന്താ എയും ബിയും, എ ഓർ ബി ആണ് നമ്മളുടെ ഡൗട്ട് എങ്കിൽ ഉറപ്പായിട്ട് ബി കുത്തുക, അല്ലെങ്കിൽ എ ഓർ സി ആണെങ്കിൽ ഉറപ്പായിട്ട് സി കുത്തുക എന്നുള്ളതാണ് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ അടുത്തൊരു ബ്രെയിൻ പവർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ സോഷ്യലിലും ബയോളജിയിലൊക്കെ ഇതുപോലത്തെ MCQകൾ വരുമ്പം നിങ്ങൾ ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുക, അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മളെ ചാവി കീയൊക്കെ മിസ്സായിപ്പോയാലും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡായിരിക്കും. നിങ്ങൾ ഇന്നലെ ഞാൻ വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ബൈക്കൊന്നും ഉണ്ടാകണമെന്നില്ലല്ലേ, അല്ല സൈക്കിളിൻ്റെ കീ ഞാൻ സൈക്കിൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കയറി ലിഫ്റ്റിൽ വന്ന് പിന്നെ എന്താ അല്ലെങ്കിൽ എന്താ റൂമിൽ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ കീ കറക്കി ഇതിൻ്റെ ഉള്ളിൽ അല്ലെ സോഫേൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലം അതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്നും മാത്രമല്ല ചില സമയത്തൊക്കെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ക്വസ്റ്റ്യൻ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ സിയും ഡിയും കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ എടാ ബീൻ്റെ ആൻസർ അതല്ലേ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ചെയ്ത് നോക്കണം. അതായത് വിഷ്വലൈസ് ചെയ്യുക. ബ്രെയിനിൽ ആ സംഭവം പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ എന്താ പറയുക, എനിക്കറിയില്ല കേട്ടോ, ഔറംഗസീബിന് ശേഷം അല്ല ഷാജഹാന് ശേഷം ഔറംഗസീബ് വന്നു, അതിനുശേഷം ഇതുണ്ടാക്കിയത് അപ്പം എന്താ ആദ്യത്തെ മൂന്നല്ല ഔറംഗസീബ് ആയിരിക്കും. ആ മോഡലിൽ എന്ത് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വല്ല ജോഗ്രഫിയിലെ ക്വസ്റ്റ്യനും ചിന്തിച്ചാൽ കിട്ടുമെന്നുള്ള ക്ലിക്ക് വരും, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് ബ്രെയിൻ പവർ മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും അവസാനം ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം മക്കളെ. MCQകൾ 4 ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിനെ സില്ലിയാക്കി വിടരുത്, ഈസിയാണെന്ന് കരുതരുത്. കാരണം ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള നീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് JEE ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോകത്തെ തന്നെ ടഫസ്റ്റ് എക്സാം ആയിട്ടുള്ള സിവിൽ സർവീസിൻ്റെ പ്രിലിംസ് എക്സാമിലൊക്കെ MCQകളാണ്. അപ്പം വളരെ കൺഫ്യൂസിങ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, MCQകൾ ചെയ്യാൻ പറ്റും. അപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. MCQകൾക്കായിട്ടുള്ള ബുക്കുകളുണ്ട്. MCQകൾ ഓരോ ചാപ്റ്റർ MCQകൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ റെഡിലി അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോ ആകാൻ പറ്റും. 20 MCQയിൽ ചിലപ്പോൾ 20 നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനലിലെ 2ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ബൈ.